ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. മതി. ഈ വചനം നമുക്കൊക്കെ അറിയാവുന്ന വാക്യമാണ്. അത്തിവൃക്ഷം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത് ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുകയാണ്. നമ്മളെയൊക്കെ ദൈവം ഓരോ മുന്തിരിത്തോട്ടത്തിൽ അത്തിയായിട്ട് എന്ത് ചെയ്തേക്കുവാ? നട്ടേക്കുവാ. നമ്മൾ അവിടെ അങ്ങ് നിൽക്കുക. ദൈവദാസനാകുന്ന തോട്ടക്കാരൻ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ബൈബിൾ സ്റ്റഡി ആകുന്ന വളം തരുന്നുണ്ട്, പ്രാർത്ഥനയാകുന്ന വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു തരുന്നുണ്ട്. നമ്മളിങ്ങനെ പച്ചിലയൊക്കെ പുറപ്പെടുവിച്ച് നല്ല ഗമയിൽ, ആദ്യം വന്നതുപോലെ അല്ല ഇപ്പം, അല്ലേ? UK വന്ന പോലെയാണ് ഇപ്പം ആരെങ്കിലും ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ ഒരു UK കാരുടെ ഒക്കെ ഒരു ഗമയില്ലേ? നിങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നേ. എന്നോട് ദേഷ്യം ഉണ്ടെന്നറിയാം, സാരമില്ലെന്ന്. ഞാൻ വെറും പോസ്റ്റ് മാസ്റ്റർ, നമ്മൾ പറയും പോസ്റ്റ് വുമണാ. ലെറ്റർ തന്നിട്ട് ഞാൻ പോകും, പിന്നെ നമ്മൾ തമ്മിൽ കാണത്തോലും ഇല്ലായിരിക്കും ചിലപ്പം. എന്നോട് ആർക്കും വിഷമം തോന്നില്ല. കർത്തൃമേശ എന്നെ ഹൃദയപൂർവ്വം എല്ലാവരും സ്നേഹിക്കണം കേട്ടോ. എനിക്ക് നിങ്ങളോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അപകടത്തിൽ പോയോണ്ടായിരിക്കും എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ സങ്കടമാ. ഞാൻ അങ്ങനെയുള്ളവരെ കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യും. മനസ്സിലായോ? നിങ്ങളോട് സ്നേഹമില്ലെങ്കിൽ ഞാൻ തന്നെ നന്നായി, ഞാൻ തന്നെ സ്വർഗത്തിൽ പോയാൽ പറ്റാന്നോ? അല്ലേ? നിങ്ങളോട് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞു മക്കളെ അപകടത്തിലാന്ന്, മറഞ്ഞിരിക്കുന്ന പാപം ഉണ്ടെന്ന് പുറത്തു വരണമെന്ന്. മനസ്സിലായോ? 5 ഭർത്താക്കന്മാരുള്ളവരൊക്കെ എന്ത് ചെയ്തോണം? ഓരോ ഭർത്താക്കന്മാരെ ഡിവോഴ്സ് ചെയ്തോണം. ദൈവമേ, അതൊന്നും കട്ട് ചെയ്തിട്ടേക്കല്ലോ. ഓരോ വാക്കൊക്കെ കേട്ടോ. ചിലപ്പോൾ ചിലരൊക്കെ മതി ഭർത്താവിന് ഡിവോഴ്സ് ചെയ്യാൻ അക്സസ് UK പ്രസംഗിച്ചെന്നൊക്കെ പറയാം. അതൊന്നും കട്ട് ചെയ്യില്ലേ കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഭർത്താവ് ഏതാന്ന് മനസ്സിലായോ? എവരിവൺ അണ്ടർസ്റ്റുഡ്? ഏതാ? 1 Peter chapter 2 verse 1 എന്നെ മാനസാന്തരപ്പെടുത്തിയ വചനം. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി പറയാൻ പോകുന്നത്, നമ്മളൊക്കെ അത്തിവൃക്ഷമാ. നമ്മളെ നട്ടേക്കുക. എന്തിനു വേണ്ടിയാ നട്ടത്? ഫലം കായ്ക്കാൻ. ക്വസ്റ്റ്യൻ, ഫലം കായ്ക്കുന്നുണ്ടോ? ഫലം എന്തിനുള്ളതാ? മറ്റുള്ളവർക്കുള്ളതാ, അല്ലേ? നമ്മളിൽ നിന്ന് എന്ത് ഫലമാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നേ? നമ്മളിൽ നിന്ന് എന്ത് ഫലമാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നേ? ഇപ്പം ചർച്ച വരുവാണെങ്കിൽ നമ്മൾ പറയും എൻ്റെ ദശാംശം ആർക്കുണ്ട്? ചർച്ചിനുണ്ട്. ആ ഫലം മാത്രം കൊടുക്കുന്നവരുണ്ട്. അതും കഷ്ടപ്പെട്ട, എന്നാലും കുഴപ്പമില്ല, ദശാംശം. പിന്നെ നമ്മൾ പറയുന്ന ഫലം, ഞാൻ പാടുന്നുണ്ട്, ഞാൻ പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സമയം കിട്ടിയ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം. എന്നാൽ കർത്താവ് എന്നെ ഒരു ദിവസം ഈ വചനം പഠിപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം എന്താണെന്നറിയാമോ? ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലം. ഈ ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്നവരാണോ? സ്നേഹം, സന്തോഷം, സമാധാനം. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, നമ്മൾ ആക്ച്വലി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞ് നമ്മൾ വി തിങ്ക് ഇറ്റ്, അല്ലെങ്കിൽ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓർ ദ അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വി തിങ്ക് ഇറ്റ് ഈസ് ഓൺലി സ്പീക്കിംഗ് ഇൻ ടങ്സ്. Speaking in tongues is required. I will not say it is not. It is required. It is a sign that we got the Holy Spirit. But ഫലമില്ലാതെ എത്ര കൃപാവരം ഉണ്ടെങ്കിലും എന്തില്ല. ചിലർ പറയും കൃപാവരം ജ്വലിപ്പിക്കണം. നല്ല കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ചർച്ചിലെ വിശ്വാസിയാന്നിരിക്കട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞ 2 ദേഷ്യപ്പെടുന്ന ആളാ, ഭയങ്കര ദേഷ്യമാണ്. ഞാനിവിടെ നാളെ പ്രവചിച്ചാൽ നിങ്ങൾ എത്ര പേര് എൻ്റെ പ്രവചനം ഏറ്റെടുക്കും? എന്നെ കർത്താവ് കാണിച്ചൊരു വെളിപ്പാട് ഞാൻ പറയാം. എന്നെക്കുറിച്ചുള്ളതാണേ, എന്നെക്കുറിച്ചുള്ളൊരു വെളിപ്പാട്. ഞാൻ പറഞ്ഞില്ല എന്നെ മാനസാന്തരപ്പെടുത്തിയെന്ന്. ആ മാനസാന്തരപ്പെട്ട സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കർത്താവിൻ്റെ കണ്ണിൽ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണാൻ ആഗ്രഹം. അപ്പോൾ കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. ഇങ്ങനെയായിരുന്നു, ഒരു നല്ല വെള്ളച്ചുരിദാറിട്ടൊരു കൊച്ച്. നാട്ടിലെ ചാണകക്കുഴി അറിയോ? അറിയാം. അങ്ങനെ ഒരു ചാണകക്കുഴി. ആ ചാണകക്കുഴിയിൽ നിന്ന് ഒരാളിങ്ങനെ എഴുന്നേറ്റ് വരിക. ദേഹത്ത് മൊത്തം വെള്ള ഉടുപ്പാ. പക്ഷെ വെള്ള ഉടുപ്പ മൊത്തം എന്തുവാ? ചാണകം. ഈ ചാണകം ഇട്ട ഉടുപ്പ് ഇട്ടുകൊണ്ട് കയറി വരിക. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഇതാരാ? ഇതാ നീന്ന്. ഞാൻ ചോദിച്ചു, അയ്യോ ഞാൻ വെള്ളമൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചാൽ വന്നേ. കർത്താവ് പറഞ്ഞു, അത് കുഴപ്പമില്ല, പക്ഷെ ഇതാ നീ. എന്തോന്നറിയോ? മുറുകെ പറ്റുന്ന പാപം. ഞാൻ പറഞ്ഞ ആദ്യത്തെ 5 പാപം ഉള്ളിക്കിടക്കും, മറഞ്ഞു കിടക്കും, ഇതുണ്ട്. കർത്താവ് പറഞ്ഞു, നീ എന്നാ ചെയ്യുന്നതെന്നറിയോ? എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ കൂട്ടായ്മയിലും നീ പോകുമ്പോൾ വേറൊരു വെള്ള ചുരിദാർ എടുത്ത് ഇതിൻ്റെ പുറത്തൂടെ അങ്ങ് ഇടും. അപ്പോൾ ആർക്കെങ്കിലും അറിയോ അകത്ത് ചാണകം ഉണ്ടെന്ന്? ഇല്ല. പുറമേ വരുമ്പോൾ നല്ല കൊച്ചാ, പക്ഷെ അകത്ത് ഇത് മറഞ്ഞു കിടക്കുക.
ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, ഇതൊക്കെ കിടപ്പുണ്ട്. അപ്പൊ കർത്താവ് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, നിന്റെ കയ്യിലേക്ക് ഞാനൊരു നല്ലൊരു ഫലം തരാം, ആപ്പിൾ. അപ്പൊ എന്റെ കയ്യിലെല്ലാം ചാണകമുണ്ട്. നല്ലൊരു ആപ്പിൾ എൻ്റെ കയ്യിൽ തന്നേക്കുവാ. ആപ്പിൾ നല്ല വൃത്തിയുള്ള ആപ്പിളാട്ടെ, നല്ല കഴുകി നല്ലൊരു ആപ്പിൾ. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, ഈ ആപ്പിൾ നീ കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഞാൻ എൻ്റെ ദേഹത്ത് മൊത്തം ചാണകം, എൻ്റെ കൈ നല്ലൊരു ആപ്പിളുണ്ട്, നിങ്ങൾ വിശന്നിരിക്കുക, ഞാൻ വന്ന് ആൻറ്റിക്ക് തന്ന ആൻറ്റി മേടിക്കുമോ? എന്തുകൊണ്ടാണ്? ആപ്പിൾ നല്ലതല്ലേ, ആപ്പിൾ പോരെ ആൻറ്റിക്ക്? തരുന്ന ആള് ക്ലിയർ അല്ലെന്ന് കണ്ടോ? തരുന്ന ആള് പറ ക്ലിയർ അല്ല. തരുന്നയാൾ ചാണകത്തിൽ മുങ്ങിയിട്ട് ഇനി എത്ര നല്ല ഒരു കൊട്ട ആപ്പിൾ കൊടുത്താലും പറയും, മോളെ ആപ്പിൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. ഇതുപോലെ പല കൃപാവരങ്ങൾ നിങ്ങൾ ജ്വലിപ്പിക്കുമ്പം മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ ഫലമില്ല, സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ദീർഘക്ഷമയില്ല, പരോപകാരമില്ല, വിശ്വസ്തതയില്ല, ഇന്ദ്രിയ ജയമില്ല. പിന്നെ കിടന്ന് കാണിക്കുന്നതൊക്കെ നമ്മുടെ സന്തോഷത്തിനാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവ് ഈ 30 വയസ്സ് വരെ ഞാൻ എന്തിനാ ബന്ധുക്കോസാരിയാന്ന് പറഞ്ഞ് ചർച്ചയിലിരുന്ന. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ എന്തിനാ ചർച്ചയിൽ പോയെന്നറിയോ? എൻ്റെ സന്തോഷത്തിന്. There is 2 kinds of Christians, checklist Christian and purposeful Christian. You know who is a checklist Christian? You know who is a checklist Christian? You have a checklist for the whole week. ചില ഭയങ്കര പ്ലാനിങ്. They have a checklist. ഫ്രിഡ്ജിന്റെ പുറത്തോ എവിടെയെങ്കിലുമൊക്കെ കാണും ഒരു ചെക്ക്ലിസ്റ്റ്. വാട്ട് ഇസ് എ ചെക്ക്ലിസ്റ്റ് ക്രിസ്ത്യൻ ഡസ്? സൺഡേ മോർണിംഗ് വർഷിപ്പ്, വന്നിട്ടൊരു ടിക്ക് ഉണ്ട്, ചർച്ചയിൽ പോയി. ഈവനിങ് പ്രെയർ, യെസ് ഓഫ് കോഴ്സ്. സൂം ഡൺ. ബൈബിൾ സ്റ്റഡി ഡൺ. എല്ലാം ടിക്കുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് പർപ്പസ് യു ഡിഡ് ഓൾ ദോസ് തിങ്സ്? എൻ്റെ സന്തോഷത്തിന്. രാവിലെ ഞാൻ പറഞ്ഞിട്ടുള്ളേ, രാവിലെ എഴുന്നേറ്റിരുന്ന് ബൈബിളൊക്കെ ഒന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു വാക്ക കട്ടിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു വരവുണ്ട്. രാവിലെ എഴുന്നേറ്റ് നല്ല ബന്ധുക്കോസാരിയാണ് ഞാൻ, ബൈബിളൊക്കെ വായിച്ചു. ചിലർ ഭയങ്കര അഭിമാനത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇത്ര വട്ടമൊക്കെ ബൈബിൾ എന്ത് ചെയ്തു. അതൊരു ഭയങ്കര അഭിമാനം. ശരിക്കും അത് വായിച്ചത് എന്തിനാണെന്നറിയോ? ആരെങ്കിലും പാസ്റ്റർമാർ വന്ന് എങ്ങാനും ചോദിക്കോ, ബൈബിൾ വായിച്ച എത്ര പേരുണ്ട്? എന്നിട്ട് എല്ലാവരെയും നോക്കും, കണ്ടല്ലോ ഞാൻ ബൈബിൾ വായിച്ചാളാ. അതാ പറഞ്ഞ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ശരിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എന്തിനാണെന്നറിയോ? നമ്മുടെ സാറ്റിസ്ഫാക്ഷന്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ഗോഡ് ആസ്ക്സ്. നീ എൻ്റെ സംതൃപ്തി നോക്കിയോ? ഭാര്യ ഭർത്താക്കന്മാർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാകും. ചില അങ്കിളുമാർക്ക് ചിലപ്പോൾ ബിരിയാണി ഇഷ്ടമാണെന്നിരിക്കട്ടെ, ആൻറ്റി ബിരിയാണി ഉണ്ടാക്കുക. ആൻറ്റി ബിരിയാണി ഉണ്ടാക്കി ഫ്രണ്ട് വെച്ചിട്ട് അങ്കിൾ കഴിച്ചു കഴിഞ്ഞിട്ട് അങ്കിളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും. എന്തിനാ? എല്ലാ ഭാര്യമാർക്കും ഉണ്ട് കേട്ടോ, ട്രിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞു തരാവേ. എല്ലാവരും ഓർത്തോണേ, ഭാര്യമാരെല്ലാം ഫുഡ് ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? കമൻറ്റ് കേൾക്കാനാ? എന്തിനാ? നല്ല പറ ബിരിയാണി എന്ന് പറയും. ചില അങ്കിളുമാരുണ്ട് എത്രയാണോ നല്ലതാണെന്ന് പറയത്തില്ല, അതിനകത്ത് ഒരു കുറ്റം കണ്ടുപിടിച്ചിരിക്കും. അത് പാറ്റണം കേട്ടോ. ഒന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രോത്സാഹനമാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് ഭയങ്കര പ്രോത്സാഹനമാണ്. ഇച്ചിരി ഉപ്പ് കൂടി, ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി ഉപ്പ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അടിപൊളി ബിരിയാണി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി തരാം. പക്ഷെ കുറ്റം പറഞ്ഞാൽ പിന്നെ അങ്ങ് മനസ്സങ്ങ് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം ഞങ്ങളെ. ഞങ്ങൾക്ക് എത്ര പ്രോത്സാഹനം കിട്ടുന്നു അത്രയും ഞങ്ങൾ ബെറ്റർ ആവും. ഓർമ്മ വേണം, അതാണ് സ്ത്രീയുടെ സീക്രട്ട്. ഓക്കെ, അടുത്തത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അങ്കിളുടെ മുഖത്ത്. അപ്പൊ അങ്കിളിന്റെ ഇഷ്ടം ഓൾറെഡി ആൻറ്റിക്ക് അറിയാം. നല്ല എരിവ് വേണം, നല്ല മസാല വേണമെന്ന് ആൻറ്റിക്ക് അറിയാം. പക്ഷെ ആൻറ്റിക്ക് എരിവ് ഇഷ്ടമല്ല, മസാല ഇഷ്ടമല്ല. അപ്പൊ ആൻറ്റി ബിരിയാണി ഉണ്ടാക്കി അങ്കിളുടെ മുമ്പിൽ വെച്ചിട്ട് കഴിച്ചു. അങ്കിൾ കഴിക്കുന്നത് എങ്ങനെയായിരിക്കും? തൃപ്തിയോടെയാണോ തൃപ്തി ഇല്ലാതെയാണോ? തൃപ്തി ഇല്ലാതെയാ. പക്ഷെ ആൻറ്റിക്ക് ഒരു തൃപ്തിയുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ബിരിയാണി രാവിലെ തൊട്ട് അടുക്കളയിലാ, ബിരിയാണി ഉണ്ടാക്കി. അത് നമ്മുടെ ഒരു തൃപ്തി. ഒരു നേരം എങ്ങനെയോ കഴിഞ്ഞുപോയി, അതാണ് ആൻറ്റിയുടെ തൃപ്തി. പക്ഷെ ആൻറ്റി മേക്ക് ഷുവർ ചെയ്യുന്നില്ല കഴിച്ചാക്കാൻ തൃപ്തിയായോ ഇല്ലയോ. ഇങ്ങനെയാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ കഷ്ടപ്പെട്ട് വണ്ടിയൊക്കെ ഓടിച്ച് തണുപ്പത്ത് വന്നിരിക്കും, ആരാധിച്ചു. കഴിഞ്ഞ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ഇന്നത്തെ ആരാധന എന്നാ സന്തോഷമായിരുന്നു അറിയോ? ആർക്ക് സന്തോഷം? എനിക്ക് സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ആരാധന ആർക്കുള്ളതായിരുന്നു? കർത്താവിനുള്ളതായിരുന്നു. എത്ര പേര് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പ്രൈവറ്റ് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഇന്ന് ഞാൻ അവിടെ തന്ന ആരാധന അങ്ങേക്ക് ഇഷ്ടപ്പെട്ടു എന്ന്? കർത്താവിന് ഇഷ്ടപ്പെടണമെങ്കിലേ ഫലത്തോടു കൂടി ആരാധന ഇഷ്ടമുള്ളൂ. മനസ്സിലായോ? ഇപ്പം ഞാൻ പറയാൻ കാരണം, ഇവിടെ അത്തിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത്തി ഗമേ നിൽക്കുക. അത്തിയെ കണ്ട ഒരു അത്തിയാന്ന് പറയാം. കുറെ നല്ല പച്ചലയൊക്കെ ഉണ്ട്, ഇലയ്ക്ക് കുറവൊന്നുമില്ല. ഉണങ്ങി പിടിച്ച അത്തിയൊന്നും അല്ല ഇത് കേട്ടോ. ഈ അത്തി ഉണ്ടല്ലോ, ഉണങ്ങിയ അത്തിയൊന്നുമല്ല. വളം കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, എന്നാ ഗമേലാ നിൽക്കുന്നതെന്ന് അറിയാമോ? പക്ഷേ വിശന്നപ്പോ പോയി കഴിക്കാൻ നോക്കിയപ്പോ എന്തില്ല? ഫലമില്ലാതെ വന്നപ്പം തോട്ടക്കാരനോട് പറ
വെട്ടിക്കളഞ്ഞേക്കാൻ. അവിടെ പറഞ്ഞ ഒരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. 3 വർഷമായി ആ വാക്ക്. ദൈവദാസന്മാരൊക്കെ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചവർക്കൊക്കെ അതിൻ്റെ മെയിൻ അർത്ഥമൊക്കെ അറിയായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും പറയുന്ന ആരും അറിയത്തില്ല കേട്ടോ. എനിക്കറിയാവുന്ന എന്നെ പഠിപ്പിച്ചതാ, പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് ഇരുത്തി പഠിപ്പിച്ചതാ കേട്ടോ. അതിന് വേറെ അർത്ഥങ്ങളൊക്കെ കാണുമേ, എന്നോട് ക്ഷമിക്കണേ. നമ്മൾ ആരെ മാതൃകയാക്കാനാണ് കർത്താവ് പറഞ്ഞേ? കർത്താവിനെ. കർത്താവ് എന്നോട് പറഞ്ഞത് അത്തിയെ നട്ടത്, നമ്മളെ നടുന്ന എപ്പോഴാന്ന് പറയും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മളെ സഭയുടെ അംഗമാകുക, ദൈവസഭയുടെ അംഗമായി നമ്മളെ പ്ലാൻ ചെയ്തേക്കുക. ഫ്രം ദാറ്റ് മോമെന്റ് 3 years ശരിക്കും നമ്മൾ ഫലം കായ്ക്കേണ്ട സമയമാണ്. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് ഫലം കായ്ക്കരുതെന്നല്ല, ഒരു അത്തിയെ നട്ടു കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ള അതിൻ്റെ ആദ്യത്തെ ഫലം എന്ത് ചെയ്യും? അത്തിയെ കണ്ടു തുടങ്ങും. ആ ഫലം കാണുമ്പോൾ തോട്ടക്കാരനറിയാം ഇനിയും ചെത്തിയാൽ എന്ത് ചെയ്യും? ഇനിയും ചെത്തി കൊടുത്താൽ അധികം ഫലം വരുമെന്നറിയാം കേട്ടോ. 2 സീസണിൽ കുറഞ്ഞത് അത്തി എന്ത് ചെയ്യുന്നറിയോ? ഫലം കൊടുക്കും. ഇത് 2 സീസണും കഴിഞ്ഞ് 3 വർഷവും കഴിഞ്ഞ് 5 വർഷവും കഴിഞ്ഞ് 10 വർഷമായിട്ട് ഈ അത്തി അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫലം കായ്ച്ചിട്ടില്ലെന്ന്. അല്ലാതെ ആദ്യമേ അങ്ങ് വിടില്ല. 3 വർഷമായി. ഈ 3 വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. കർത്താവിനെ അനുകരിക്കാനാ. കർത്താവ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ പോലെ കർത്താവ് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് എത്ര നാൾ ഈ ലോകത്ത് പരിശുശ്രൂഷ ചെയ്തു? 3.5 വർഷം. ഈ 3 വർഷം കർത്താവ് പുറപ്പെടുവിച്ച ഫലം എന്തൊക്കെയായിരുന്നു? പറ. സ്നേഹം, സന്തോഷം, സമാധാനം. ഈ സമാധാനമൊക്കെ കർത്താവിൻ്റെ ഏത് ഫലത്തിലാണെന്ന് ഇവിടെന്ന് പറയാം. വള്ളത്തെ കിടക്കുമ്പോൾ പ്രതികൂലം വരുമ്പോഴും കർത്താവ് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമോ? ഉറങ്ങത്തില്ലല്ലോ. എന്ത് പ്രതികൂലം വന്നാലും നമുക്ക് പ്രശ്നം. അതിൻ്റെ അർത്ഥം നമ്മളിൽ ആത്മാവിൻ്റെ ഫലമില്ല. നമുക്കുണ്ടെന്ന് നമ്മളങ്ങ് തോന്നുക സമാധാനം ഉണ്ടെന്ന്. അതല്ല, പ്രശ്നം വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമാധാനം. പിന്നെ ദീർഘക്ഷമ ഉണ്ടോ? പരോപകാരം, വിശ്വസ്തത. പരോപകാരത്തിനകത്ത് പ്രശ്നമുണ്ട്. നമ്മൾ പരോപകാരം പലതും ചെയ്യുന്ന എന്തിനാണെന്നറിയോ? നാളെ നമ്മളെ ഒന്ന് റിമെമ്പർ ചെയ്യാനാ. നമ്മളിങ്ങനെ ചെയ്തെന്ന് 10 പേരൊന്ന് പറയണം. നാളെ അവർക്ക് ചെയ്താലേ തിരിച്ച് നമുക്കും. ചിലരങ്ങനെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പോക്കറ്റിൽ പൈസ ഇട്ട് കൊണ്ട് കൊടുക്കും. ഇനി നമ്മൾ ഇന്ന് 500 കൊടുത്താലേ നാളെ നമ്മുടെ കൊച്ചിൻ്റെ കാര്യം വരുമ്പോൾ 1000 അത് പരോപകാരം അല്ല കേട്ടോ. മനസ്സിലായോ? ഞാൻ അങ്ങനെയുള്ളവരെ കേട്ടിട്ടുണ്ട്. അവർ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വയ്യാതിരുന്നപ്പോൾ അവർ കഞ്ഞി വെച്ച് തന്നാൽ നമുക്കും എന്തെങ്കിലും. അങ്ങനെ ചെയ്യാൻ ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കർത്താവ് എന്താ പഠിപ്പിച്ചെന്നറിയാമോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? നിങ്ങളെ സഹായിക്കുന്നവരെ നിങ്ങൾ സഹായിച്ചിട്ട് എന്ത്? എന്നിട്ട് പറയാ നിന്റെ ശത്രുവിനെ എന്ന് വെച്ചാൽ എന്താ? നമുക്കിട്ട് ഏറ്റവും പാര വെച്ചവർക്ക് പനി പിടിച്ച് കിടക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന പരോപകാരം. അതെത്ര പേര് ചെയ്യാറുണ്ട്? പറ. നമുക്കിഷ്ടമില്ലാത്തവര്, നമ്മളെ ഇഷ്ടമില്ലാത്തവര്, അവരെ ടേക്ക് കെയർ ചെയ്യുന്നതാ. അതുകൊണ്ട് കർത്താവിന്റെ പോളിസി. പക്ഷെ നമ്മൾ ഇന്നും ഇതിനകത്ത് കിടക്കാം. എനിക്ക് ഗിഫ്റ്റ് തന്നോണ്ട് ഞാനും ഗിഫ്റ്റ് കൊടുക്കും. എന്നെ സ്നേഹിക്കുന്നോണ്ട് ഞാനും സ്നേഹിക്കും. എന്നെ കല്യാണത്തിന് വിളിച്ചോണ്ട് ഞാനും. എനിക്കറിയാം അവരുടെ മോന്റെ കല്യാണത്തിന് നമ്മളെ വിളിച്ചു, നമ്മുടെ കൊച്ചിന്റെ കല്യാണത്തിന് നമ്മളും എന്ത് ചെയ്യണ്ട? പറ. വിളിക്കണ്ട. ഓ എൻ്റെ ആന്റി മാനസാന്തരപ്പെടണേ കേട്ടോ. പോത്തില്ല കർത്താവ് വന്നാ. ഫലമില്ലെന്ന് ഇലയാ. ശരിക്കും മത്തായി 5, 6 ഒക്കെ ഒരു 10 ദിവസം 10 പ്രാവശ്യമെങ്കിലും വായിച്ചാണ്ടല്ലോ നമ്മൾ മാനസാന്തരപ്പെടും. കർത്താവിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് 10 കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ടോ? ഇല്ല. കൊല ചെയ്യുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്. എന്തോ മോഷ്ടിക്കുന്നേ? സമയം. കർത്താവിന് കൊടുക്കേണ്ട സമയം നമ്മൾ മോഷ്ടിച്ചോണ്ടിരിക്കുക. ഒത്തിരി നുണ പറയുന്നുണ്ട്. എല്ലാം ഉണ്ട്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് പറയുന്നു. അന്യന്റെ മുതൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അന്യന്റെ മുതൽ നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇതെനിക്കും അറിയത്തില്ലായിരുന്നു ഞാൻ അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അന്യന്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കുമോ? അടുത്തയാള് നമ്മുടെ ചർച്ചിലുള്ള ഒരാൾ മേഴ്സിഡീസ് മേടിച്ചാൽ നമ്മുടെ ഉള്ളിൽ അപ്പം തന്നെ ആ മേഴ്സിഡീസ് ഉള്ളിൽ കയറും. അപ്പം തൊട്ട് പ്രയത്നം മേഴ്സിഡീസ് മേടിക്കാനാ. അതിൻ്റെ ഹൈ ക്വാളിറ്റി. ഒരാളൊരു വീട് മേടിച്ചു, ആ വീട് അപ്പം തന്നെ ഉള്ളിൽ കയറും. ആ വീടിൻ്റെ ഡിസൈൻ ഉള്ളിൽ കയറും. പിന്നെ നമുക്ക് അതുപോലത്തെ ഒരു വീട്, അതുപോലത്തെ സോഫ, അതുപോലത്തെ ചുരിദാർ, അതുപോലത്തെ സാരി, ഇതൊക്കെ ഉള്ളിൽ കയറും. മനസ്സിലായോ? പിന്നെ അച്ചായന് സമാധാനം കാണത്തില്ല ആ സാരി കിട്ടുന്നിടം വരെ. ഇതൊക്കെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്ന. എങ്ങനെ ഈ സാരി ഉള്ളിൽ കയറിയത്? മറ്റൊരാൾ ഉടുക്കുന്ന കണ്ടപ്പം അല്ലേ? അല്ലേ? അതിന് ലോകം വെച്ചിരിക്കുന്ന ഇതാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ ട്രിക്കാണ്, പിശാചിന്റെ ട്രിക്കാണ് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഇതൊക്കെ കയറും. അതിനകത്ത് കൺമോഹം, ജഡമോഹം നമുക്കുണ്ടോ? ഉണ്ടെന്ന്.
അയ്യോ, നമ്മളെപ്പോലെ കൺമോഹം ജഡമോഹം ഉള്ളവർ വേറെ ആരുമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്നറിയോ? സത്യസന്ധമായിട്ട് പറയാ വചനം. നമ്മളെ ഇടയിൽ മാനസാന്തരം വേണോ? വേണം. ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ കാഹളനാഥം നമ്മൾ കേൾക്കുവോ? കേൾക്കത്തില്ല. കാരണം കർത്താവുമായിട്ട് ബന്ധമില്ലെന്ന്. ഉള്ളിൽ മൊത്തം ലോകം കയറിപ്പോയി. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിശ്വാസികളാന്നാ. പക്ഷെ കർത്താവ് പറയും, ഉള്ളിൽ എന്നോട് എന്തില്ല? വിശ്വാസമില്ല. ഉള്ളിൽ എന്നോട് എന്തില്ല? ഡെഡിക്കേഷൻ ഇല്ല, ട്രൂ ലവ് ഇല്ല. ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാത്തവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതാ കർത്താവ് പറഞ്ഞേ, തൊട്ടടുത്തിരിക്കുന്ന വിശ്വാസിയെ അല്ലെങ്കിൽ നിന്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ പറ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? അപ്പൊ കർത്താവിന്റെ ഫസ്റ്റ് പോളിസി എന്താ? ഞാൻ എൻ്റെ സഹോദരന്മാരെ സ്നേഹിക്കണം. സ്വന്തം കൂടപ്പിറപ്പുകളോട് സംസാരിക്കാത്തവരെ എനിക്കറിയാം. വസ്തുവിന്റെ പേരിൽ, അതിർത്തി തർക്കത്തിന്റെ പേരിലും ഒക്കെ വർഷങ്ങളായിട്ട് സ്വന്തം കൂടപ്പിറപ്പുകളോട് സംസാരിക്കാത്തവരുണ്ട്. അവർ എനിക്ക് തരേണ്ടത് അവരെന്ത് ചെയ്തു? ഷെയർ എടുത്തു. എനിക്ക് കിട്ടേണ്ടത് അമ്മ എന്ത് ചെയ്തു? അവൻ എഴുതി കൊടുത്തു. എനിക്ക് കിട്ടേണ്ടത് അവർക്ക് കൊടുത്തു. ഇത് ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ മരിച്ചു കാണും, അപ്പം മരിച്ചു കാണും, പക്ഷെ ഇന്നും അത് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. എന്നാ പ്രശ്നമെന്ന് ഞാൻ ചോദിക്കട്ടെ? നമ്മൾ എന്നിട്ട് പാട്ട് പാടും. അതാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ ഉള്ളി വെച്ചിട്ട് പാട്ട് പാടും. ലോകം വേണ്ട എനിക്കൊന്നും, എൻ്റെ കർത്താവേ, ലോകം വേണ്ട ഒന്നും വേണ്ടെന്ന് പാടാൻ പറ്റുമോ? അയ്യോ, എൻ്റെ നാട്ടിലെ വസ്തു ചേട്ടൻ കൊണ്ടുപോയാ അയ്യോ എങ്ങനെയാ? അതാ ഞാൻ പറഞ്ഞേ, പാടുന്നൊക്കെ നുണയാന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാ. അതൊക്കെ സൂക്ഷിച്ച് പാടണം. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയാ ഫലം കായ്ക്കുന്നത്. ഫലം കായ്ച്ചില്ലേ കർത്താവ് പറയാ ഒരാണ്ടും കൂടെ നിൽക്കട്ടെന്ന്. ഇന്ന് ഞാനിവിടെ നിന്ന് ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാ പറഞ്ഞ ചിലരോട് കർത്താവിന് സ്നേഹമുള്ളതുകൊണ്ട് ഇന്ന് എന്നെ വിട്ടിട്ട് പറയുക, മോനെ ഒരു ആണ്ടും കൂടെ നിന്നെ നിർത്തിയേ കേട്ടോ. ഞാൻ നിർത്തുക ഇവിടെ മെസ്സേജ്. ഒരാണ്ടും കൂടെ. ഈ ഒരാണ്ട് എന്തിനാ തരുന്നെന്നറിയാമോ? മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കാൻ. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആർക്കും പ്രശ്നമില്ല, പക്ഷെ നിത്യത നഷ്ടപ്പെടും. ഞാനിത് പറയുമ്പം വേറൊരു കാര്യം കൂടെ ഞാൻ പറയുക. ഈ നരകം പ്രസംഗിച്ച് സ്വർഗത്തിൽ നിങ്ങളെ കൊണ്ടുപോകേണ്ട കാര്യം കർത്താവിന് ഇല്ല. ഞാൻ ഇന്നലെ പോയ ചർച്ചിൽ ഞാൻ പറഞ്ഞു, പാസ്റ്റർ സത്യസന്ധമായിട്ട് പറയുക, ഞാൻ യുവജനങ്ങളുടെ ഇടയിൽ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ പല പിള്ളേരും എന്നോട് പറഞ്ഞ കാര്യം എന്നറിയോ? പപ്പായും മമ്മി നരകം പറഞ്ഞ് പേടിപ്പിക്കുമെന്ന്. They talk more about hell than heaven. അയ്യോ, ചർച്ചിൽ പോയില്ലേ നരകത്തിൽ പോവും. If you say lie, you go to hell. നമ്മളോട് എത്ര പേരോട് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്? എന്നോട് പറഞ്ഞിട്ടുണ്ട്. So I can relate. ശരിക്കും എന്തിനാ നിങ്ങൾ സ്നാനപ്പെട്ടത്? ശരിക്കും എന്തിനാ സ്നാനപ്പെട്ടത്? I'll tell you the truth. നരകത്തിൽ പോകാൻ പേടിയുള്ളതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ ശരിക്കും എന്തിനാ സ്നാനപ്പെട്ടെന്ന്? ഒറ്റക്കാര്യം, നരകത്തിൽ പോകാൻ പേടിയുള്ളതുകൊണ്ടാ. അത് യഥാർത്ഥ മാനസാന്തരമാണോ? ഓക്കെ, സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. നിങ്ങൾ എന്നോട് ചോദിക്കാം, why you are in USA? ഞാൻ കഷ്ടപ്പെട്ട് IELTS എഴുതി അല്ലെങ്കിൽ ആറിന് എഴുതിയൊന്നും USA പോയ ആളല്ല. ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവ് അവിടെ ആയതുകൊണ്ട് ഞാൻ എവിടെ പോയേ? പറ. USA പോയി. ഇപ്പം എൻ്റെ ഭർത്താവ് UK യിലായിരുന്നു, ഞാൻ അവിടെ വന്നേനെ. കാനഡയിലായിരുന്നെങ്കിൽ വാട്ട് മേഡ് മീ ടു ബി ഇൻ USA മീൻസ് ഇറ്റ്സ് ദ റിലേഷൻ ഐ ഹാവ് വിത്ത് മൈ ഹസ്ബൻഡ്. പുള്ളിയോടുള്ള കമ്മിറ്റ്മെൻറ്റും പുള്ളിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ എവിടെ ആയിരിക്കുന്നേ? പറ. അമേരിക്കയിൽ. എൻ്റെ ക്വസ്റ്റ്യൻ, കർത്താവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണോ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം, അതോ സ്വർഗം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നരകം ജയിക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഭർത്താവിനോട് ചോദിക്കേണ്ട, അമ്മ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേ, ശരിക്കും ഞാൻ എന്തിനു ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടി എല്ലാം വിട്ടിറങ്ങിയത്? പുഴുവിനെയും തീയും പേടിച്ചാ. കാരണം ഈ ചിലർ പെട്ടെന്ന് മരിക്കാറൊക്കെ കിടക്കുമ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്. എൻ്റെ പിള്ളേർ, എനിക്ക് ബൈബിൾ സ്റ്റഡി കുറച്ച് പിള്ളേരുണ്ട്, അവർ ഹോണസ്റ്റാണ്. എനിക്ക് ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. യു നോ വൈ? ദേ ആർ സോ ഹോണസ്റ്റ്. എൻ്റെ പ്രായത്തിലൊന്നും ഞങ്ങൾക്കില്ലാത്ത കട്സ് പിള്ളേർക്കുണ്ട്. തെറ്റ് ചെയ്താ ചേച്ചി ഞാൻ പാപം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയും. ഞാൻ പറയുമായിരുന്നു, അയ്യോ പേടിയാ, അടി എവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഈ പിള്ളേർ വന്ന് സത്യസന്ധമായിട്ട് പറയും, ചേച്ചി ഞാൻ ഇന്ന ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, ഐ എം വാച്ചിങ് സംതിങ് ഇൻ ദ ഫോൺ ആൻഡ് ഐ വാണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഐ നോ ദാറ്റ് ഇസ് എ സിൻ. ഐ നീഡ് ഹെൽപ്പ്. ദേ ആർ നോട്ട് സ്കെയർഡ് അബൌട്ട് ജഡ്ജ്മെന്റ്. അവർ പറയത്തില്ല ചേച്ചി എന്നെ ജഡ്ജ് ചെയ്യുമെന്ന്. നോ, അവർക്ക് എങ്ങനെയെങ്കിലും ഈ പാപത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? പുറത്തു വന്നാൽ മതി. ദേ ആർ സ്ട്രഗ്ലിംഗ്, ദേ നീഡ് പീസ്. ദേ വിൽ ബി ലൈക്ക്, അച്ഛാ ചേച്ചി can you help me? I'm struggling in this area. Things that they watch, video games or anything. You guys know what is it. ഇത് വലിയവരും ഉണ്ട്.
പ്രായമുള്ളവരും ഉണ്ട് ഇതിനൊക്കെ അഡിക്ഷൻ ഉള്ളവർ, ചിന്തിക്കരുത് കേട്ടോ. പിള്ളേർ മാത്രമാണേ, പ്രായമുള്ളവര്, അഡൽസ്, തിങ്സ് ദാറ്റ് യു വാച്ച് ഇൻ ദ ഫോൺ. പാപമാണെന്ന് അറിയാം, പക്ഷെ പുറത്തു വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ഓൺ സെൽഫ് കൊണ്ട് പുറത്തു വരാൻ പറ്റത്തില്ല. യു നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിനാദ്യം വേണ്ടത് എന്നറിയോ? അപ്പാ ഞാൻ പാപിയാന്ന് ആദ്യം ഒന്ന് സമ്മതിക്കണം. 2, എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ കർത്താവ് പറയും, ഞാൻ നിനക്ക് രക്ഷ അയക്കാം, ഞാൻ നിനക്ക് രക്ഷ അയക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാ. കർത്താവുള്ളടമാ സ്വർഗം. കർത്താവിൻ്റെ വരവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോകുന്ന ഒറ്റ ചെക്ക് ലിസ്റ്റ്, ഒറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്നൊന്ന് കർത്താവ് വന്നാൽ മതി എന്നകത്ത് തിടുക്കൊണ്ട ഓർത്തോ നീ പോകും. പക്ഷേ കർത്താവ് ഇന്ന് വരുമെന്ന് ഇപ്പം ഇവിടെ പറയുമ്പോൾ, അയ്യോ എൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞിട്ട് വന്നാൽ മതി, അയ്യോ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചോളൂ, അയ്യോ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ കൊച്ചിനെ ഒന്ന് ഗൗണൊക്കെ ഇട്ട് കാണണം, ആ കല്യാണത്തിന് നല്ല മേടിച്ച് വെച്ച പട്ടുസാരിയൊക്കെ ഒന്ന് ഉടുത്തിട്ട്, അയ്യോ എൻ്റെ നാട്ടിലെ വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞതേ ഉള്ളൂ, അതിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞിട്ട് കർത്താവ് വന്നാൽ മതി. പോകത്തില്ല കേട്ടോ. കാരണം ഞാൻ ഇന്നലെ LPC പ്രസംഗിച്ചത് ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവീന്ന്. ലോത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിപ്പോയത് അതാ. ഓടാൻ പറഞ്ഞു, ഓടുവാ. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് വീട്, പിന്നെ മോടെ കല്യാണം, കന്നുകാലികളെല്ലാം തിരിഞ്ഞു നോക്കുക. കാരണം അതിനോടാ അപ്പോഴും എൻ്റെ ആൻറ്റി തീ വരും, ഓട്. അയ്യോ പറ്റത്തില്ല എൻ്റെ പട്ടുസാരി, അയ്യോ പറ്റത്തില്ല എൻ്റെ കാറ്. പോയോ? ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും പോയി കാണണമെങ്കിൽ പോയി കണ്ടാൽ മതി. ഇപ്പോഴും അവിടെ ഉപ്പുതൂണായിട്ട് നിൽപ്പുണ്ട്. ഇതാരാ ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവിന്ന് പറഞ്ഞെന്നറിയോ? ഹൂ സെഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്? പാസ്റ്റർമാർ പറയല്ലേ പ്ലീസ്. ഹൂ സെഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? റിമെമ്പർ ലോട്ട്സ് വൈഫ്. യൂദയുടെ ലേഖനത്തിൽ യൂദയാണോ? അല്ല ആൻറ്റി പറയില്ലേ? അങ്കിൾ പാസ്റ്റർ പറയില്ലേ പാസ്റ്റർ പ്ലീസ്. ഹൂ സെഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? റിമെമ്പർ ലോട്ട്സ് വൈഫ്. അതാ. യു നോ ഹൂ സെഡ് ഇറ്റ്? ജീസസ് ഹിംസെൽഫ്. ഞാനാണെങ്കിൽ ഷോക്കായിപ്പോയ വചനം വായിച്ചപ്പോൾ. കർത്താവേ, സാറായുണ്ട്, എസ്തേറുണ്ട്, രൂത്തുണ്ട്, ദെബോരയുണ്ട്. യേശു വാഗൊണ്ട് ഒറ്റ സ്ത്രീയെ കുറിച്ച് പഴയ നിയമത്തിൽ റിമെമ്പർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഷോക്കായിപ്പോയി. കർത്താവ് ഇവരൊക്കെ ഉണ്ടായിട്ട് കർത്താവ് അവരെ ആരും ഓർക്കാൻ പറയാതെ ഉപ്പുതൂണായവളെ കുറിച്ച് എന്തിനാ പറയുന്നേ? കർത്താവ് പറയാം, മോളെ അവളെ ഓർത്താൽ നിങ്ങളെല്ലാം നന്നാവും. കർത്താവ് ഹിംസെൽഫ്, ജീസസ് ഹിംസെൽഫ് സെഡ്, റിമെമ്പർ ലോട്ട്സ് വൈഫ്. എന്തുകൊണ്ടെന്നറിയോ? അവിടെ നിപ്പുണ്ട് ഇപ്പോഴും. കർത്താവ് പറയാം, മോളെ ലോകം വിട്ടെന്ന് പേരുണ്ടെങ്കിലും ലോകം ഇന്നുള്ളിലുണ്ട്, പാപ ഉള്ളിലുണ്ട്. ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഓരോ വ്യക്തികളും ഉപ്പുതൂണായി പോവും. ന്യായവിധി വരുന്നു, കർത്താവിന്റെ വരവും അടുത്തു. തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ യു വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. യു വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. അതുകൊണ്ട് യേശു ഒരു പഴയ നിയമ സ്ത്രീകളെ കുറിച്ച് പറയാതെ പറയുക, മക്കളെ ഒരാളെ മാത്രം ഓർത്താ മതി, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. എപ്പോഴും ഓർത്തോണം. നമ്മളോട് അപ്പച്ചന്മാർ പറയും എന്നെ ഓർക്കണോന്ന്. കർത്താവും പറഞ്ഞു, എന്നെ മേശയിൽ നിന്ന് കഴിക്കുമ്പോഴൊക്കെ എന്നെ നമ്മൾ ഓർക്കുന്നില്ലേ? പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ലോത്തിന്റെ ഭാര്യ ഓർക്കാത്തേ? നമ്മൾ വരുമ്പോഴൊക്കെ ലോത്തിന്റെ ഭാര്യ എന്ന് ഒരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞ ചർച്ച എഴുതി വെക്കണം, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീന്ന്. ശരിയാ. കാരണം ഓർത്താൽ പിമ്പിലുള്ളത് മറക്കും, മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടും. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കണം. എന്തുവാ ഈ സകല ഭാരം മുറുകെ പറ്റുന്ന പാപം? ഞാൻ ഇന്ന് പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. 1 പത്രോസ് 2:1-2 മുറുകെ പറ്റി കിടക്കുന്ന പാപമാ. നമ്മളിൽ ഓരോരുത്തരും ഇത് മറഞ്ഞു കിടക്കുകയാ. എന്നാൽ കർത്താവ് പറയാ, മാനസാന്തരത്തിനൊത്ത ഫലം കായ്പീൻ. അത്തിയിലെ വൃക്ഷത്തിൽ ഫലം കാണാതെ വന്നപ്പോൾ തോട്ടക്കാരനോട് പറയാം വെട്ടിക്കളഞ്ഞേക്കാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ഓർമ്മ വരുന്നുണ്ട്? ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണെങ്കിലോ? അല്ലെന്ന് പറയരുത് കേട്ടോ. എനിക്കറിയാം ദൈവസഭകളിൽ വാണിങ്സിന്റെ മേൽ വാണിങ്സ് കിട്ടിയിട്ടും മാനസാന്തരപ്പെടാതെ ഹൃദയത്തെ കഠിനമാക്കുന്നവർ സഭയ്ക്കുള്ളിലുണ്ട്. ഇത് എനിക്കുള്ളതല്ല അവക്കുള്ളതാ, അവക്കുള്ളതല്ല മറ്റവനുള്ളതാന്ന് പറഞ്ഞു ചിന്തിക്കുന്നത്. അങ്ങനല്ല. ഇറ്റ് ഇസ് ഫോർ യു. ദൈവം ഞാൻ ഈ ഓരോ സഭകളിൽ പോകുമ്പോഴും പരിശുദ്ധാത്മാവ് തരുന്ന ദൂതാ ഞാൻ പറയുന്നത്. പ്രാർത്ഥിച്ചു ദൈവം തരുന്ന ദൂതാ പറയുന്നത്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ഇറ്റ് ഇസ് എ ലെറ്റർ. പോൾ ലെറ്റർ എഴുതുന്ന പോലെ എന്നോട് പറഞ്ഞു, ഇത് നീ ഒരു ലെറ്റർ, ഇത് പോയി വായിക്കാനാ പറഞ്ഞത്. ഇത്ര നേരം ചെയ്ത് കർത്താവ് തന്ന ലെറ്റർ വായിക്കുക. കർത്താവ് പറയാ, എനിക്ക് നിങ്ങളെ നിത്യത വേണം, എനിക്ക് നിങ്ങളെ നിത്യത വേണം.
നിത്യത വരണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കണം. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും അല്ല 10 കൽപ്പന. കർത്താവിന്റെ പെർസ്പെക്റ്റീവിൽ എന്താ? കർത്താവിന്റെ പെർസ്പെക്റ്റീവിലാണോ ഞാൻ ജീവിക്കുന്നത്, അതോ എൻ്റെ ചെക്ക് ലിസ്റ്റിലാണോ? നമുക്ക് നമ്മുടേതായ ചട്ടക്കൂടുണ്ട്, നമുക്ക് നമ്മുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ട്. അതൊന്നും സാരമില്ല, അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ പറയുന്നത്, ഇതല്ല കർത്താവ് ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അതിനെ ആ ദുരുപദേശം എന്ന് പറയുന്നത്. ഈ ദുരുപദേശക്കാരെ പിടിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. മത്തായി 5, 6, 7 നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. That is the true gospel. Don't think you got saved, you got baptized, you will be going when Jesus comes. No, you won't. If you are not living a life that God wants you to live, there is certain rules and regulations how a Christian should live. That is written in Matthew chapter 5, 6 and 7. Go read it. Do not murder. അവിടെ എഴുതിയേക്കുക, നിന്റെ സഹോദരനെ നിസ്സാരാന്ന് വിളിച്ചാൽ. ചിലർ വിളിക്കും യൂസ്ലെസ് ഫെലോ. പ്രശ്നമാണ്, നരകത്തിലോട്ടാ പോകുന്നത്. പാസ്പോർട്ട് എടുത്ത് വെച്ചേക്കുക നരകത്തിൽ പോകാൻ. ഒന്ന് ഓർത്തെ, വാക്കിന്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ പോകുന്നെങ്കിലും നിസ്സാരാന്ന് വിളിക്കരുത്. ഇതൊക്കെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ദേഷ്യം വരുമ്പോൾ മക്കളെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും, അല്ലെ ജോലിയിൽ വിളിക്കും. കർത്താവ് പറയും ഓരോ വാക്കിനും കണക്ക് കൊടുക്കണമെന്ന്. ഓരോ നിസ്സാര വാക്കിന് കണക്ക് കൊടുക്കണം, നിസ്സാര തോട്ട്സിന് കണക്ക് കൊടുക്കണം. ബിവെയർ, ഹി ഈസ് അറ്റ് ദ ഡോർ. ഹി ഈസ് അറ്റ് ദ ഡോർ. കർത്താവ് വാതിൽക്കൽ നിൽക്കുക. ഏത് നിമിഷവും കാഹളം ധ്വനിക്കും. കർത്താവിന്റെ സഭ ഉയർത്തപ്പെടും. കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവസാനമായി കർത്താവ് വാണിംഗ് പറയുക, 1 വർഷം കൂടെ നിൽക്കട്ടെ. Maybe it will be your last year. You cannot say I will not live. ചിലപ്പോൾ പറയാ, ചിലപ്പോൾ ഒരു വർഷം കൂടെ ജീവിക്കുമായിരിക്കും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലർ പറയില്ല ഞാൻ 10 വർഷം കൂടെ ജീവിക്കുന്നു. എന്താ ഗ്യാരണ്ടി? നിങ്ങൾക്ക് എല്ലാവർക്കും ചാർലി അറിയാമല്ലോ അല്ലേ? ചാർലി കിർക്ക്. ഹി മെയ്ഡ് എ ബിഗ് റെവല്യൂഷൻ ഇൻ ദിസ് ഫ്യൂ വീക്സ്. ഞങ്ങളുടെ അമേരിക്കയിൽ ഇന്നലെ ടെക്സാസിൽ 700 പേര് സ്നാനപ്പെട്ടു. യങ് പീപ്പിൾ. ഞങ്ങളുടെ ചർച്ചസ് ഒക്കെ ഇപ്പൊ ഫുള്ളാവുക. ആരാ വരുന്നതെന്നറിയോ? ടാറ്റു അടിച്ചവരും. പറ, നമ്മൾ അവരെ ചർച്ചയ്ക്ക് പറ്റുമോ? പറ. നമുക്കൊരു ചട്ടക്കൂടുണ്ട്. അയ്യോ, ടാറ്റു അടിച്ചവരൊക്കെ. പക്ഷെ ഞാൻ അവർ കണ്ടത് എന്നാന്നറിയോ? ട്രൂ റിപ്പൻഡൻസ്. ട്രൂ റിപ്പൻഡൻസ്. പുറമെ ടാറ്റു ഉണ്ട്, പുറമെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ പറയുക, ഞങ്ങൾ പാപികളാ, ഞങ്ങൾക്ക് മാനസാന്തരപ്പെടണമെന്ന്. അതാ കർത്താവ് പറഞ്ഞ, മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരുമാകും. നമ്മുടെ വിചാരം നമ്മൾ ബന്ധുക്കോസാരാ സ്വർഗത്തിൽ പോകുന്നത്. ഞാൻ പറയാം, പകുതി എണ്ണം പോകത്തില്ല. കാരണം മാനസാന്തരമില്ലാത്തവരെ സഭയിലുള്ളിൽ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ മറിഞ്ഞു കിടക്കുന്ന പാപമെന്ന്. ഇതൊന്നും പാപമായിട്ട് ആരും കാണുന്നില്ല. ദുഷ്ടത, ചതിവ്, വ്യാജഭാവം. മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി വേണം. ബിക്കോസ് വി ആർ ദ ചർച്ച് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഓരോ അവയവങ്ങളും ഓരോ വിശ്വാസികളാ. ഓരോ അവയവങ്ങളും ഓരോ വിശ്വാസികളാ. ചിന്തിക്കരുത് മറ്റേ ആളോട് വഴക്ക് പിടിച്ചിട്ട് വന്നിരിക്കാമെന്ന്. ഈ കയ്യിൽ 5 വിരലുകളും 5 വിശ്വാസികളാണെന്ന് ചിന്തിക്കുക. ഈ വിരലിനോട് പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വിരലിനെ മാറ്റി നിർത്തിയിട്ട് ഈ വിരലിനെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ഈ 5 വിരൽ ഒരുമിച്ച് വരേണ്ടതാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തം ഫിംഗർ ഇല്ലാത്തൊരു ജീവിതം ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പാടാ അല്ലേ? ഈസി ആയിട്ട് കാര്യം നടക്കത്തില്ല. കയ്യിലൊരു മുറിവ് വരുമ്പോൾ അറിയാം. കർത്താവ് അതുകൊണ്ട് സഭയെ ശരീരവുമായിട്ട് റിസംബിൾ ചെയ്ത് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്. 1 കൊരിന്ത്യരിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും ശരീരത്തിൽ ഓരോ അവയവങ്ങൾ. ഞാൻ തന്നെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ ചിലരുണ്ട്, എനിക്ക് അവരോട് ക്ഷമ ചോദിക്കാൻ പറ്റത്തില്ല സിസ്റ്ററെ. അവരെന്നെ അത്ര മുറിപ്പെടുത്തി വരാന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞത്, ലാസ്റ്റ് ഫൈനൽ വേർഡ് പറഞ്ഞു നിർത്തുക. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ അടുക്കള, അങ്കിൾമാർ കയറിയിട്ടില്ലെങ്കിൽ ആൻറ്റിമാർ കയറുന്നവർക്ക് അറിയായിരിക്കും. കയറുന്നവർക്കറിയാമല്ലോ. ഒരു ആപ്പിൾ എത്താനെങ്കിലും നിങ്ങൾ അടുക്കള കയറിയിട്ടില്ലേ? ഇല്ലേ? നിങ്ങളുടെ ഇടത്തെ കയ്യിൽ ഒരു ആപ്പിളും വലത്തെ കൈ കത്തി. ആപ്പിൾ എത്തിക്കൊണ്ടിരുന്നപ്പോൾ വലത്തെ കൈയുടെ മിസ്റ്റേക്ക് കൊണ്ട് ഇടത്തെ കൈ എന്ത് ചെയ്തു? മുറിഞ്ഞു. ക്വസ്റ്റ്യൻ, ആരാ ഇടത്തെ കൈയെ മുറിച്ചത്? കത്തിയല്ല മുറിച്ചത് സിസ്റ്ററെ, കയ്യാ മുറിച്ചത്. മറ്റേ കയ്യാ അല്ലേ? വലത്തെ കൈ എന്ത് ചെയ്തേ? അബദ്ധം പറ്റിപ്പോയതാ, മുറിഞ്ഞു പോയി, രക്തം വന്നു. എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ ബോഡിയുടെ ആദ്യത്തെ റെസ്പോൺസ് എന്താ? കത്തി താഴോട്ടിട്ടു, ആപ്പിള് താഴോട്ടിട്ടു. ഏത് കൈ മുറിച്ചോ ആ കൈ ഓടി വരും. ആണോ? ആദ്യം എന്ത് ചെയ്യും? പറ. ഞെക്കും, പിന്നെ തൂക്കും, തിരുമും, പിന്നെ കാല് കൂടെ ഓടും. ആണോ? ഈ കൈ പറയുക, എന്നെ ഉപദ്രവിച്ചിട്ട് വന്നേക്കുന്നു തൂക്കാൻ,
എന്നെ ആരും തൂക്കണ്ടെന്ന് പറഞ്ഞ് ഈ വിരലിങ്ങനെ നിൽക്കുവോ? ഇല്ല. നമ്മൾ പോലും അറിയാതെ ഹോൾ ബോഡി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ആരാ സൈൻ കൊടുക്കുന്നേ? ബ്രെയിൻ, തല, ക്രിസ്തുവാകുന്ന തല. ഹല്ലേലൂയ. ബ്രെയിനുമായിട്ട് ബന്ധമുള്ള ഓരോ അവയവത്തിനും സിഗ്നൽ കൊടുത്തു. എന്റെ ശരീരത്തിലെ ഓരോ അവയവം മുറിപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റിയാ അതിനെ ഹീൽ ചെയ്യാന്നുള്ളത്. നിന്റെ സഭയിൽ ഒരുവൻ മുറിപ്പെട്ടാൽ എല്ലാവരുടെ റെസ്പോൺസിബിലിറ്റി ആ വ്യക്തിക്ക് വേണ്ടി കരയുക എന്നുള്ളത്. അവനത് കിട്ടട്ടെ എന്ന് പറയാനുള്ളതല്ല. അങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ എത്ര അവയവങ്ങൾ ഇന്നും കണ്ടേനെ. നമ്മളെല്ലാം അംഗവൈകല്യമുള്ളവരായിട്ട് ഇന്ന് ഇവിടെ വന്നേനെ. ഈ വിരൽ പറയാം, എനിക്ക് ഈ വിരൽ വേണ്ട, കൈ വേണ്ടെന്ന് പറഞ്ഞാൽ കൈ വെട്ടി ചെയ്തിട്ട് വരുന്ന അവസ്ഥയെന്നോർത്ത്. കുടുംബത്തിലും അങ്ങനെ തന്നെ. ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന്, നിങ്ങൾ പറയുന്ന അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെന്ന്. അവൻ വേണ്ടാന്നൊന്നും പറയരുത്. മുടിയനായ പുത്രനൊക്കെ നമുക്കുള്ള ഹോപ്പാ. ഈ കൈ വരും, തുടയ്ക്കും, പിന്നെ ബാൻഡേഡ് ഇടും, ഇല്ലേ, പ്രൊട്ടക്റ്റ് ചെയ്യും. എത്ര ദിവസം കൊണ്ട് ഇത് പെട്ടെന്ന് ഹീലാവും. പിന്നെയും മുറിവുണ്ടാവും, ഇല്ലേ. നമ്മുടെ വായിലെ നാക്ക് തന്നെ എത്ര വട്ടം പല്ലിന്റെ കടി കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട്, ഇല്ലേ. നാക്ക് പറഞ്ഞു ഇനിയും തൊട്ട് ഞാൻ സഭ മാറാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്ഥലം കൊള്ളത്തില്ല, കുറച്ച് നാളത്തേക്ക് വേറൊരു പൊസിഷൻ പിടിക്കാം, നാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഈ പല്ലൊന്നും ശരിയല്ലാത്തടത്ത നിന്നെ ആക്കിയേക്കുന്നത്. ചിലർക്ക് സഭ ഇഷ്ടമല്ല, അവര് ശരിയല്ല, തൊട്ടിപ്പുറം ഇരിക്കുന്ന ആൾ ശരിയല്ല, പുറകിലിരിക്കുന്ന ആര് ശരിയല്ല. ഇവിടെ ആരാ ശരി? ഞാൻ മാത്രം ശരി. നീയാ ഏറ്റവും ദോഷം ചെയ്യുന്ന ആൾ. കാരണം ചെറിയ നാവ് വലിയ കാട് കത്തിക്കും, പല്ല് ചെറിയ കടിയേ ഉള്ളൂ. ഇത് ഒരു കുടുംബത്തെ തന്നെ ദോഷം വരുത്താനുള്ളതാ നടുക്കിരിക്കുന്നത്. പക്ഷെ പറച്ചിന് മൊത്തം എന്താ? പല്ല് ശരിയല്ല, ഫ്രണ്ടിലുള്ള പല്ല് ശരിയല്ല, ബാക്കിലുള്ള അണപ്പല്ല് ശരിയല്ല. ഒറ്റ ക്വസ്റ്റ്യൻ, നാവ് നന്നായ പല്ലും കൂടെ കാണും. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? പല്ലുകൊണ്ട് ചിലപ്പോൾ നാവ് മുറിയൂന്ന്, പക്ഷെ നാവിന് പറയാൻ പറ്റത്തില്ല ഇവിടം വിട്ട് പുറത്തു പോകണമെന്ന്. ഒറ്റ കാര്യം ചെയ്താൽ മതി, സൂക്ഷ്മതയോടെ ഹാൻഡിൽ ചെയ്താൽ മതി. ഇതാണ് ദൈവം എനിക്ക് തന്ന ദൂത്. ഞാൻ പറഞ്ഞു, മാനസാന്തരപ്പെടേണ്ടവർ താന്താന്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. ആകയാൽ ഒരാണ്ടും കൂടെ കർത്താവ് നിർത്തിയേക്കുക. ഒരാണ്ടും കൂടെ. എന്തുവാ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നതെന്നറിയാമോ? മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കുക. നിങ്ങൾ മാനസാന്തരത്തിനൊത്ത ഫലം കായ്ച്ചാൽ, കർത്താവ് വന്നാൽ ഈ സഭയിൽ എല്ലാവരും പോകും. പോയാൽ നമുക്ക് നമ്മുടെ പ്രാണപ്രിയന്റെ മുഖം കാണാം. ഹല്ലേലൂയ. ഒരു ദിവസം നീ നമ്മൾ തമ്മിൽ കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മളെല്ലാവരും അക്ഷരായി എഴുന്നേൽക്കും. ആ പ്രത്യാശ ഉള്ളിലില്ലെങ്കിൽ ഓർത്തോ പോക്കാം. കർത്താവ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള വാഞ്ച വരേണ്ടത്. നരകം പേടിച്ച് ആരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കരുത്. ആഗ്രഹം എപ്പോഴും എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് കാണണം. എനിക്ക് വേണ്ടി മരിച്ചവൻ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഹല്ലേലൂയ. ഒരിക്കൽ മുൾമുടിയേറ്റ തല, എന്നാൽ നാളെ അവൻ രാജമുടി ചൂടി. ഹല്ലേലൂയ. എന്നെ എതിരേൽപ്പാൻ വരുന്ന ആ ദിവസം. ആ പ്രത്യാശയില്ലാത്തവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നോണ്ട് ഈ ആലോചന പറഞ്ഞു തന്നു. ഫോക്കസ് സ്വർഗമായിരിക്കണം, നിത്യതയായിരിക്കണം, കർത്താവിന്റെ മുഖമായിരിക്കണം. വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.